ഹായ്. അപ്പോൾ നോമ്പറക്കുമ്പോഴേക്കുള്ളത് ആ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ കറിയൊക്കെ റെഡിയായി, പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊരിക്കടി ആയിട്ട് ഇന്നിപ്പോൾ സമൂസ ഉണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള വെല്ലുള്ളിയും വേപ്പിൻ്റെ ഇല, പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പും അതേപോലെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതാ എണ്ണ ചൂടായതിനു ശേഷം പച്ചമുളകും അരിഞ്ഞ് വെച്ച വെല്ലുള്ളിയും കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ അതിലേക്ക് വേണ്ട പൊടികൾ. പൊടി ഞാൻ കുരുമുളക് പൊടി ചേർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് കിട്ടാൻ മറ്റേത് എരിവ് ഇനിയിപ്പോൾ കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാലേൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ സമൂസക്കുള്ള കൂട്ട് റെഡിയാക്കണത്. അപ്പോൾ അത് അതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഉള്ളിയൊക്കെ അപ്പോഴത്തേന് വാടി വന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ നേരത്തെ തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും എടുക്കുക, എന്തായാലും കുഴപ്പമില്ല. അപ്പം ഗോതമ്പ് പൊടിയാണ് ഇന്നിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കറിക്ക് വേവിച്ച ചിക്കനായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ പിന്നെ ആ ചിക്കനുമേൽ ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ മാവൊക്കെ തിളച്ച വെള്ളം ഉപ്പിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് പിന്നെ അധികം വെള്ളം നോക്കിയിട്ടേ നമ്മൾ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റേ നമ്മൾ മൈദപ്പൊടിയുടെ പോലെയല്ല, ഗോതമ്പ് പൊടിയിൽ പെട്ടെന്ന് വെള്ളം ഇതാവുമല്ലോ. അപ്പോൾ മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അധികം നൈസിലല്ല കേട്ടോ, കുറച്ചൊരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. എന്നാലും നമുക്കത് ഫില്ലിങ് ഒക്കെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനൊന്ന് കുറച്ചൊരു കട്ടിയിലാണ് കേട്ടോ അപ്പോൾ പരത്തിയെടുക്കുന്നത്. പരത്തി കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 4 കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. 4 ഭാഗമാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ പീസ് എടുത്തിട്ടാണ് പിന്നെ നമ്മൾ കോണാക്കി മടക്കിയിട്ട് അങ്ങനെ ചെയ്യൽ കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഞങ്ങൾ ഇങ്ങനെ സമൂസ ഉണ്ടാക്കുമ്പോൾ സമൂസേൻ്റെ ഷീറ്റ് ഇപ്പോൾ വാങ്ങലാണ് പോലെ എല്ലാവരും. ഞങ്ങളങ്ങനെ വാങ്ങാനില്ല കേട്ടോ. ഞങ്ങൾ സമൂസ ഉണ്ടാക്കൽ ഇങ്ങനെ മാവ് ഇങ്ങനെ പരത്തിയിട്ടാണ് ഞങ്ങൾ സമൂസ ഉണ്ടാക്കൽ. എന്നിട്ട് നമ്മൾ ഒരു മൂല ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുമ്പിളെത്തണ പോലെ അങ്ങനെ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യൽ. പിന്നെ ഞങ്ങൾ ഇവിടെ അധികം ഇങ്ങനെ പരത്തിയിട്ടാണ്, ഷീറ്റ് വാങ്ങലേ ഇല്ല. അപ്പോൾ ഇതാണിപ്പം ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റുമാണിത്. നല്ല സോഫ്റ്റാണ് ഈ കരട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമൂസ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ അതേപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് പരത്തലും ഫില്ലിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ സമൂസേൻ്റെ ഷീറ്റ് വാങ്ങിയിട്ട് തന്നെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.